വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ. മീൻസ് പഠിച്ച് പോയവരുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് ഇനാഗുറേറ്റ് ചെയ്തത് ഗവർണറായിരുന്നു. അപ്പോൾ രാവിലെ 6:30 ആകുമ്പം നമ്മുടെ അടുത്ത് കോളേജിലെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ റെഡിയായി കുളിച്ച് കണ്ണിൽ ലെൻസൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ കോളേജിലേക്ക് പോയത്. കോളേജിൽ ചെന്നപ്പം ആരും ഇല്ലായിരുന്നു, കാരണം നമുക്ക് മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മളുടെ 2 പ്രോഗ്രാം ഉണ്ട്. ഒന്ന് രംഗപൂജയും പിന്നെ സെമി ക്ലാസിക്കലുമാണ്. രംഗപൂജ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇനാഗുറേഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ വേണം കളിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ചെന്നപ്പം തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യണമായിരുന്നു. നമ്മുടെ കയ്യിലായിരുന്നു 9 പേരുടെ ഡ്രസ്സും ഓർണമെൻറ്റ്സും ഫുൾ സെറ്റ് വന്നിട്ട് നമ്മളുടെ കയ്യിലായിരുന്നു. നമ്മളാണ് പോയി തൃശ്ശൂർ എൻജോയ് ഫെസ്റ്റിൽ നിന്ന് കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നേരെ കോളേജിൽ ചെന്നിട്ട് അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഓരോരുത്തർക്ക് ആക്കുന്നതായിരുന്നു ആദ്യത്തെ പരിപാടി വന്നിട്ട്. അപ്പം കുറച്ച് ആൾക്കാർ ഫേസ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ലെൻസ് വെച്ചത് ഒരു ഗ്രീൻ കളർ ലെൻസാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ അറിയുന്ന ഒരു ലെൻസ് വെക്കുന്നത്. സാധാരണ ഞാൻ ലെൻസ് വെക്കാറുണ്ടെങ്കിലും പക്ഷേ പ്രോഗ്രാമിന് മേക്കപ്പ് ഇടുമ്പം അതിങ്ങനെ എടുത്ത് നിൽക്കാറില്ല, അതങ്ങ് ഡിമ്മായി പോകത്തുള്ളൂ. ആദ്യമായിട്ടാണ് മേക്കപ്പ് ചെയ്തപ്പം കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലെൻസ് ഞാൻ യൂസ് ആക്കുന്ന ഒരു ഗ്രീൻ കളറായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു. മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മിസ്സ് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം മിസ്സ് വന്നപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കോളേജിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫേസിൻ്റെ പകുതി ചെയ്തിട്ടാണ് പോയത്. പിന്നെ ദേവു മേക്കപ്പ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഗവർണർ വന്ന് ഇനാഗുറേറ്റ് ചെയ്യുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു, കാരണം നമ്മൾ മേലിൽ മേക്കപ്പ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും കണ്ടില്ല, കാരണം നമ്മൾ അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല പോയി കാണാനായിട്ട്. ധൃതി പിടിച്ചിട്ടുള്ളൊരു മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഹെയർ കുറേ തവണ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ട്രൈ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഫേസിന് ചേരുന്നില്ലായിരുന്നു. അവർക്ക് ഫേസ് മേക്കപ്പ് ചെയ്യാൻ മാത്രമേ കുറച്ചും കൂടി അറിയുള്ളൂരുന്നു. അങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രംഗപൂജ ഏകദേശം 1:30 കഴിഞ്ഞപ്പം കഴിഞ്ഞു. പിന്നെ നമ്മൾ ക്യാൻറ്റീനിൽ പോയി ചായയും ലൈമും ഒക്കെ കുടിച്ചു. ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പം തന്നെ നമ്മളുടെയൊക്കെ ഓർണമെൻറ്റ്സ് ഇങ്ങനെ ഊരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ നെക്ലേസ് ആണ് ആദ്യം ഊരിയത്. അതിൻ്റെ ചരട് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേവു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക സെമി ക്ലാസിക്കൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു, നമുക്കും ഉണ്ടായിരുന്നു. നമ്മളുടേത് സെക്കൻഡ് ലാസ്റ്റ് ആയിരുന്നു. ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പ്രോഗ്രാം ആയിരുന്നു, നല്ല കളറ് പ്രോഗ്രാം ആയിരുന്നു. പിന്നെ ഫാഷൻ ഷോയും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കുറേ റീൽസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റാണ് നമ്മൾ പോയത് കോളേജിൽ നിന്ന്. എല്ലാവരും പോയി കഴിഞ്ഞിട്ട്, കാരണം നമ്മൾ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് നമ്മളുടെ കെയർ ഓഫിൽ, ദേവുവിൻ്റെയും എൻ്റെയും കെയർ ഓഫിലൊക്കെയാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ദേവുവിൻ്റെ പേരാണ് കേട്ടോ അവിടെ എഴുതിയേക്കുന്നത്. അപ്പം നമ്മളുടെ ഉത്തരവാദിത്വമാണല്ലോ, നമ്മൾ എന്തോരൊക്കെ എടുത്തിട്ടുണ്ടോ അതൊക്കെ അവിടെ കൊണ്ട് ഏൽപ്പിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതൊക്കെ കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി ഒറ്റൊരു ഉറക്കം ഒന്ന്